ഇന്ന് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കറുത്ത ദിനമാണ്. ഒരു ദശാബ്ദത്തിലെ ഏറ്റവും വലിയൊരു വിമാനാപകടമെന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒന്നാണ്. ലോകത്തിലെ തന്നെ അത്രയും വലിയൊരു ദുരന്തമാണ് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ സംഭവിച്ചിരിക്കുന്നത്. എയർ ഇന്ത്യ തകർന്നു വീണ വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകുമല്ലോ അല്ലേ? അതിനെ പറ്റിയിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയണമെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അതായത് നമുക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ പറ്റി നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ ഒരു വാർത്ത വന്ന ഉടൻ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ വ്യാപകമായി കാണുന്ന ഒരു ചർച്ചയാണ് എയർ ഇന്ത്യയുടെ വിമാനപ്പഴക്കം. അതുകൊണ്ട് തകരാറ്, അത് തല്ലിപ്പൊളി വിമാനമായിരുന്നു, അത് അത്രത്തോളം പഴക്കമുള്ളതായിരുന്നു, അതൊക്കെ കൊണ്ടാണ് തകർന്നതെന്നല്ലേ. സത്യം പറഞ്ഞാൽ ഈ അവസരത്തിൽ നമ്മൾ ഒന്നും അറിയാത്തതിനെ പറ്റിയൊക്കെ അഡ്രസ്സ് ചെയ്യുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് തോന്നി. കാരണം ഇവിടെ ലോകത്തിലെ ഏറ്റവും അത്യാധുനികമായിട്ടുള്ള ഒരു വിമാനമാണ് തകർന്നു വീണിരിക്കുന്നത്. അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയണമെന്ന് തോന്നി. അത് പറയാം. പിന്നെ നമുക്ക് സംഭവിച്ച കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയത്രയും ഒന്ന് സംസാരിച്ചു പോകാം. എയർ ഇന്ത്യയുടെ 171 എന്ന വിമാനമാണ് തകർന്നു വീണിട്ടുണ്ടായിരുന്നത്. ഈ വിമാനം ഗുജറാത്തിലെ അഹമ്മദാബാദിലുള്ള സർദാർ വല്ലഭായ് പട്ടേൽ എയർപോർട്ടിൽ നിന്നും ലണ്ടനിലുള്ള ഗാറ്റ്വിക് എയർപോർട്ടിലേക്കാണ് സർവീസ് നടത്തിക്കൊണ്ടിരുന്നത്. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ വിമാനത്തിൻ്റെ മേക്ക് ആൻഡ് മോഡൽ ഏതാണെന്നുള്ളതാണ്. കാരണം അതാണ് നമുക്കിവിടെ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടത്. ഇതിൻ്റെ മേക്ക് ആൻഡ് മോഡൽ ഏതാണെന്ന് നോക്കുകയാണെങ്കിൽ ബോയിങ്ങിൻ്റെ 7878 എന്ന് പറയുന്ന ഡ്രീം ലൈനർ സീരീസിൽ പെടുന്ന ഒരു വിമാനമാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന ഏറ്റവും അത്യാധുനികമായിട്ടുള്ള പാസഞ്ചർ വിമാനങ്ങളിൽ ഒന്നാണ് ഈ ഡ്രീം ലൈനർ വിമാനങ്ങൾ എന്നുള്ളത്. വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിലെ പല ഏവിയേഷൻ വിദഗ്ധരും ഒക്കെ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എയർ ഇന്ത്യ മറ്റ് കമ്പനികൾ ഡീകമ്മീഷൻ ചെയ്യാൻ കൊടുത്ത വിമാനങ്ങൾ മേടിച്ചാണ് പറത്തുന്നത്. അത്രത്തോളം പഴക്കമുള്ള വിമാനങ്ങളാണ്, അതുകൊണ്ടാണ് തകർന്നത് എന്നൊക്കെ ഉള്ളതാണല്ലേ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഡ്രീം ലൈനർ സീരീസ് തന്നെ ബോയിങ് ഇറക്കുന്നത് വർഷം 2011 മാത്രമാണ്. ആ സീരീസ് തന്നെ നിലവിൽ വന്നിട്ട് അത്രയും വർഷങ്ങളെ ആയുള്ളൂ. ഇനി ഈ തകർന്നു വീണ പർട്ടിക്കുലർ വിമാനമുണ്ടല്ലോ, അത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. 2013 ഈ ഒരു വിമാനം നമ്മുടെ ബോയിങ് കൊമേഴ്ഷ്യലി ആദ്യമായിട്ട് പറപ്പിക്കുന്നത്, ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. എയർ ഇന്ത്യ എപ്പോഴാണ് മേടിക്കുന്നതെന്ന് അറിയാവോ? 2014 ജനുവരിയിൽ തന്നെ മേടിച്ചു. അതായത് പുതുപുത്തൻ വിമാനമായിട്ടാണ് ബോയിങ്ങിൻ്റെ കയ്യിൽ നിന്ന് എയർ ഇന്ത്യ ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. 2014 ജനുവരിയിൽ മേടിച്ച് സർവീസ് ആരംഭിക്കുകയാണ്. അതായത് വിമാനത്തിൻ്റെ കാലപ്പഴക്കം ആകപ്പാടെ 11-12 വർഷങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാ വിമാനങ്ങൾക്കും ഒരു ആയുസ് ഉണ്ട്, ശരിയാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡീകമ്മീഷൻ ചെയ്ത് കളയാറുമുണ്ട് അല്ലേ. നമ്മൾ ഈ വിമാനത്തിൻ്റെ ആയുസ് ഒന്ന് പരിശോധിക്കണം. യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർമാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. അതായത് ഡ്രീം ലൈനറിൻ്റെ ഏറ്റവും കുറഞ്ഞ ആയുസ് എന്നുള്ളത് തന്നെ, ആ വാക്കിന് അവിടെ വളരെ പ്രസക്തി ഉണ്ട് കേട്ടോ. അത് തന്നെ 20,000 പ്രഷറൈസേഷൻ സൈക്കിളുകളോ അല്ലെങ്കിൽ 1,00,000 ഫ്ലൈയിങ് അവേഴ്സോ ആണ്. അതായത് 1,00,000 മണിക്കൂറുകളോളം ഏറ്റവും കുറഞ്ഞത് അതിന് പറക്കാൻ സാധിക്കും. ഇനി കൃത്യമായിട്ടുള്ള മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 35,000 പ്രഷറൈസേഷൻ സൈക്കിളുകളോ അല്ലെങ്കിൽ 1,65,000 മണിക്കൂറുകളോ ഇതിന് പറക്കാൻ സാധിക്കും. ചുരുക്കത്തിൽ അതിൻ്റെ വർഷക്കണക്കിൽ പറയുവാണെങ്കിൽ 25 മുതൽ 40 വർഷം വരെ ഇതിന് സുഗമമായിട്ട് പറക്കാൻ പറ്റുമെന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. ഇനി നമ്മുടെ വിമാനത്തിൻ്റെ കാലപ്പഴക്കം നോക്ക്, 11-12 വർഷം മാത്രമാണ് പഴക്കമുള്ളതല്ലേ. അപ്പോൾ അതിന് 25 വർഷം അല്ലെങ്കിൽ 40 വർഷം വരെയൊക്കെ പറക്കാൻ പറ്റുന്ന ഒരു വിമാനമാണ്. 25 മുതൽ 30 വർഷം വരെയാണ് പ്രധാനമായിട്ടും പാസഞ്ചർ സർവീസിന്, അതായത് യാത്രക്കാരെ കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കുന്നത്. 30 മുതൽ 40 വരെ ഉപയോഗിക്കുന്നത് ഇപ്പോൾ പാർസൽ സർവീസുകൾ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റ് വ്യക്തിഗതമായിട്ടുള്ള ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് 30 മുതൽ 40 വരെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. 25-30 വരെ സുഗമമായിട്ട് പാസഞ്ചർ സർവീസിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ വിമാനത്തിൻ്റെ കാലപ്പഴക്കമാകട്ടെ ആകപ്പാടെ 11-12 വർഷങ്ങൾ മാത്രം. ഇനി എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം. നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ വെച്ച് മാത്രമേ നമുക്ക് സംസാരിക്കാൻ സാധിക്കത്തുള്ളൂ. നാളെ മറ്റ് വിവരങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്, അത് മനസ്സിൽ വെച്ച് കാണുക. എന്തായാലും നമ്മുടെ അഹമ്മദാബാദിലുള്ള സർദാർ വല്ലഭായ് പട്ടേൽ എയർപോർട്ടിൽ നിന്നും ഇന്ന് കൃത്യം 1:30 ഇത് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. 1:30 നമ്മുടെ ലണ്ടനിലുള്ള ഗാറ്റ്വിക് എയർപോർട്ടിലേക്കാണ് ഇത് പറക്കുന്നത്. അപ്പോൾ ഒരു 1:38 1:39 ആകുമ്പോഴേക്കും ഈ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യുകയാണ്. ആ ഫ്ലൈറ്റിൽ ആകപ്പാടെ ഉണ്ടായിരുന്നത് 242 പേരായിരുന്നു. 230 യാത്രക്കാരും 2 പൈലറ്റും 10 ക്യാബിൻ ക്രൂവുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി പാസഞ്ചേഴ്സിൻ്റെ കണക്ക് പറയുവാണെങ്കിൽ ഇന്ത്യൻ സ്വദേശികളായിട്ടുണ്ടായിരുന്നത് 169 പേരാണ്, ബ്രിട്ടീഷ് സ്വദേശികൾ 53 പേരും, പോർച്ചുഗീസ് സ്വദേശികൾ 7 പേരും, ഒരു കനേഡിയൻ പൗരനുമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം 1:38 1:39 ആകുമ്പോഴാണ് ഇത് റൺവേയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുന്നത്. ഫ്ലൈറ്റ് റൺവേയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത് 1 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഏകദേശം ഒരു 30-40 സെക്കൻഡ് ആയപ്പോഴേക്കും പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോളിലേക്ക് മെയ്ഡേ അലേർട്ട് കൊടുക്കുകയാണ്. അതായത് ഒരു അപകട സന്ദേശം അയക്കുകയാണ്. അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നോ ത്രസ്റ്റ്, പ്ലെയിൻ നോട്ട് ടേക്കിംഗ് ലിഫ്റ്റ് എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് തന്നെ ഡിസ്കണക്റ്റ് ആകുകയാണ്. അതായത് എയർ ട്രാഫിക് കൺട്രോളുമായിട്ടുള്ള ബന്ധം
നിലയ്ക്കാണ്. 4 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഈ വിമാനം നിലത്തേക്ക് പതിക്കുകയാണ്. അതായത് മെയ്ഡേ അലർട്ട് കൊടുത്തപ്പോൾ തന്നെ വിമാനം താഴത്തേക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് വിമാനം വെറും 625 അടി ഉയരത്തിൽ മാത്രമേ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്തായാലും മെയ്ഡേ അലർട്ട് കൊടുത്തു, സിഗ്നൽ കട്ടായി. ഏകദേശം 4 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഈ വിമാനം താഴ്ന്നു വന്ന് നിലത്തോട്ട് പതിക്കുകയാണ്. മേഘാനി നഗറിലുള്ള BJ ഹോസ്പിറ്റലിൻ്റെ ഹോസ്റ്റലിൽ, അവിടെ MBBS സ്റ്റുഡൻറ്റും PG സ്റ്റുഡൻ്റൊക്കെ പഠിക്കുന്ന ഹോസ്റ്റലുകളുണ്ടല്ലോ, അങ്ങോട്ടാണ് വന്ന് പതിച്ചിട്ടുണ്ടായിരുന്നത്. വിമാനത്തിൽ 242 പേരാണ് ആകപ്പാടെ ഉള്ളതെന്ന് പറഞ്ഞല്ലോ അല്ലേ. ഇതിൽ ഏറ്റവും സങ്കടകരമായിട്ടുള്ള, നമ്മളെയൊക്കെ അത്രത്തോളം ഞെട്ടിച്ച വാർത്ത എന്തെന്നാൽ, ഇതിൽ ആദ്യം പുറത്തു വന്നത് ആ ഫ്ലൈറ്റിലുള്ള എല്ലാവരും മരിച്ചു എന്നുള്ളതാണ്. പക്ഷേ പിന്നീട് ഒരാൾ രക്ഷപ്പെട്ടു എന്നുള്ള വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അതായത് പൈലറ്റും ക്യാപ്റ്റൻ ക്രൂവും ബാക്കി പാസഞ്ചേഴ്സും അടക്കം ടോട്ടൽ 241 പേര് ദാരുണമായിട്ട് മരണപ്പെടുകയാണ്. സത്യം പറഞ്ഞാൽ അതിൻ്റെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ ട്വിറ്റർ എക്സിലൊക്കെ അതിൻ്റെ വീഡിയോസ് വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ശരീരങ്ങളൊന്നും തിരിച്ചറിയാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ്. നമ്മൾ അത്രയും സങ്കടകരമായിട്ടുള്ള കാഴ്ചയാണ്. ഒരു തീയിൽ മണിക്കൂറുകളോളം ഒരു മനുഷ്യ ശരീരം വെച്ച് കഴിഞ്ഞാൽ എന്തായിത്തീരും അവസ്ഥ, അതുപോലെ ആയിരുന്നു അവരുടെ ബോഡീസൊക്കെ ഉണ്ടായിരുന്നത്. കാരണം ഈ ലണ്ടനിലേക്ക് പറക്കുന്നത് കൊണ്ട് തന്നെ അത്രത്തോളം ഫ്യൂവൽ ഈ ഒരു വിമാനത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഏവിയേഷൻ ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഇൻഫ്ലേമബിൾ ആയിട്ടുള്ള ഒന്നാണ്. അത് ആളി പിടിക്കുകയാണ്, കത്തിപ്പടരുകയാണ്. ആ തീയിൽ ആ പാവങ്ങൾ, സാധാരണ മനുഷ്യർ, നമ്മളെപ്പോലുള്ളവർ, ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ആയിട്ട് വിദേശത്ത് നിന്ന് വന്നവർ, വിദേശത്തേക്ക് പോകുന്നവരും ഒക്കെ തന്നെ ആ തീയിൽ വെന്ത് മരിക്കുകയാണ്. അത്രത്തോളം സങ്കടമുണ്ട് ഇത് പറയുമ്പോൾ. ഇനി ഒരാൾ രക്ഷപ്പെട്ടതെന്ന് പറഞ്ഞല്ലോ, അദ്ദേഹത്തെ സംബന്ധിച്ച് ഒരു രണ്ടാം ജന്മം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒന്നാണ്. നമുക്ക് ഒരു 0.0001% രക്ഷപ്പെടാൻ സാധ്യത എന്നൊക്കെ പറയത്തില്ല, അങ്ങനത്തെ ഒരു സാധ്യതയിലൂടെ മാത്രം രക്ഷപ്പെട്ട ഒരു മനുഷ്യൻ, വിശ്വകുമാർ രമേശ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിന് 38 വയസ്സാണുള്ളത്. ഇന്ത്യൻ വംശജനായിട്ടുള്ള ബ്രിട്ടീഷ് പൗരനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു 53 ബ്രിട്ടീഷ് പൗരന്മാരുണ്ടെന്ന്. അപ്പോൾ ഈ ഒരു ബ്രിട്ടീഷ് പൗരന്മാരുടെ കാറ്റഗറിയിലാണ് ഈ വിശ്വകുമാർ രമേശ് വരുന്നത്. അദ്ദേഹം സീറ്റ് നമ്പർ 11 ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഈ വിമാനം നിലത്തേക്ക് പതിച്ചപ്പോൾ അപ്പോൾ തന്നെ ആ വിമാനം കത്തിയമരുന്നതിന് മുമ്പ് തന്നെ എമർജൻസി വിൻഡോയിലൂടെ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുകയാണ്. അദ്ദേഹം പുറത്ത് നടന്നു പോകുന്ന വീഡിയോസ് വന്നിട്ടുണ്ട്. നടന്നു പോകുമ്പോൾ എന്നെ ആംബുലൻസിൽ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ മുഖത്ത് കുറച്ച് പൊള്ളലുകൾ മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും അദ്ദേഹം രക്ഷപ്പെട്ടു. ഇനി അദ്ദേഹം കുറച്ച് ഓക്കെ വരുമ്പോഴേക്കും നമുക്ക് കൂടുതൽ കഥകൾ അറിയാം, എന്താണ് ആ വിമാനത്തിൽ സംഭവിച്ചത് എന്നുള്ളത്. അദ്ദേഹം ഒരാളെങ്കിലും ബാക്കിയുള്ളതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതുപോലെ തന്നെ ഈ വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സ് പരിശോധനയ്ക്ക് വിധേയമാകും. അപ്പോൾ പൈലറ്റുമാർ ബാക്കി പറയുന്ന കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. 2 പൈലറ്റ്സ് ഉണ്ടായിരുന്നു. ക്യാപ്റ്റൻ സുമീത് സുബർവാളും ഫസ്റ്റ് ഓഫീസർ കുന്ദർ ക്ലൈവുമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ വിമാനം നേരെ പതിക്കുന്നത് മേഘാനി നഗറിലുള്ള ഒരു മെഡിക്കൽ കോളേജിൻ്റെ ഹോസ്റ്റലിലേക്കാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത്, അതായത് ഉച്ച സമയമാണല്ലോ, ഒരു 1:30 കഴിയുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്ന സമയമാണ്. ഈ അവിടെയുള്ള വിദ്യാർത്ഥികളെല്ലാം തന്നെ ഭക്ഷണം കഴിക്കാനായിട്ട് അവിടെ വന്ന് ഇരിക്കുകയായിരുന്നു. ആ ഒരു കറക്റ്റ് പോർഷനിലേക്കാണ് ഈ വിമാനം ഇടിച്ചിറങ്ങുന്നത്. അവിടെ ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളായിട്ടുള്ള 5 പേർക്ക് ദാരുണമായിട്ട് അപകടം പറ്റി അവർ മരണപ്പെടുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണേ. നമ്മളൊന്നും ചിന്തിക്കാത്ത അപകടങ്ങൾ, അതായത് ഓക്കെ, നമ്മൾ റോഡിലേക്ക് ഇറങ്ങുമ്പോഴേക്കും നമ്മളെ വേറൊരു ലോറി വന്നിടിച്ച് നമ്മൾ മരണപ്പെടാം, ഓക്കെ ശരിയാണ്, നമ്മൾ സാധ്യതയുണ്ടല്ലേ. നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കുമോ നമ്മളൊരു ബിൽഡിങ്ങിൽ ഇരിക്കുമ്പോഴേക്കും ഒരു വിമാനം വന്ന് നമ്മുടെ ബിൽഡിങ്ങിലേക്ക് പതിച്ച് നമ്മൾ മരണപ്പെടുമെന്ന്? ഇല്ല അല്ലേ. അത്രയും സാധ്യത, 0.0001 സാധ്യതയുള്ള ഒരു സംഭവമാണ് അവരുടെ ജീവിതത്തിൽ ദാരുണമായിട്ട് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ 4 പേര് MBBS വിദ്യാർത്ഥികളാണ്. ഒരാളെന്നുള്ളത് PG വിദ്യാർത്ഥിയായിട്ടുള്ള ഡോക്ടറാണ്. മറ്റൊരുപാട് 25-30 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതിൽ ഗുരുതരമായിട്ട് പരിക്കേറ്റിട്ടുള്ളവരുണ്ട്. അവരെ പറ്റിയിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ വരാനുണ്ട്. അതായത് ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരപ്രകാരം മൊത്തം കൂടെ 246 പേര്, ഫ്ലൈറ്റിലുണ്ടായിരുന്ന 241 ആ ഒരു ഹോസ്റ്റലിലുണ്ടായിരുന്ന 5 പേരും അടക്കം 246 പേര് മരണപ്പെട്ടിട്ടുണ്ട്. പല ഔദ്യോഗിക വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ആ ഒരു ഹോസ്റ്റലിലുള്ള വിദ്യാർത്ഥികളുടെ അവസ്ഥ ചിലവർക്ക് ഗുരുതരമാണെന്നൊക്കെയുള്ള കാര്യമാണ്. അവരൊക്കെ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇതാണ് നടന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഹോസ്റ്റൽ ബിൽഡിംഗ്, 2 ഹോസ്റ്റൽ ബിൽഡിങ്ങും പൂർണ്ണമായിട്ട് തകരുകയാണ്. അവിടുന്ന് വലിയ തീ കത്തിയമർന്ന് മുകളിലോട്ട് ഉയരുന്ന, പുക ഉയരുന്ന വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലേ. ഞാൻ ഒരു വീഡിയോസ് ഇവിടെ വയ്ക്കുന്നില്ല. ഞാൻ ഈ വീഡിയോ ചെയ്തത് തന്നെ പ്രധാനമായിട്ടും ഈ ഫ്ലൈറ്റിന് കാലപ്പഴക്കമില്ല, നല്ല പുതുപുത്തൻ ഫ്ലൈറ്റാണ്. ദയവായിട്ട് അങ്ങനെയൊന്നും അറിയാതെ സംസാരിക്കാതിരിക്കുക. നമ്മുടെ രാജ്യം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ, അല്ലെങ്കിൽ ഈ ലോകത്ത് തന്നെ ഈ ഒരു ദശാബ്ദത്തിൽ നടന്ന ഏറ്റവും വലിയൊരു അപകടം സംഭവിക്കുമ്പോഴേക്കും അതിനെപ്പറ്റിയൊക്കെ കൃത്യമായിട്ട് നിരൂപണം നടത്തുക, അതിനോടുള്ള സഹതാപം കാണിക്കുക, എമ്പതി കാണിക്കുക, സഹാനുഭൂതി കാണിക്കുക, ഇതൊക്കെ തന്നെ നമുക്ക് ചെയ്യാനുള്ളൂ. ഈ ഒരു അപകടത്തിൽ നമ്മളുടെ ഒരു മലയാളി സ്വദേശിനിയും കൊല്ലപ്പെട്ടിട്ടുണ്ട്. പത്തനംതിട്ട കോഴഞ്ചേരി സ്വദേശിനിയായിട്ടുള്ള രഞ്ജിത നായർ, 40 വയസ്സാണ്, ഈ ഒരു അപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. രഞ്ജിത UK നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ
ഇവിടെ ഗവൺമെൻറ് സർവീസിലാണ് ജോലിയുണ്ട്. അപ്പോൾ ലീവ് എടുത്തിട്ട് നമുക്ക് വിദേശത്തേക്കൊക്കെ പോകാൻ പറ്റുമല്ലോ. അപ്പോൾ ലീവ് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം തിരിച്ച് യുകെയിലേക്ക് പോവുകയായിരുന്നു. അപ്പോഴാണ് ഈ അപകടം സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. രഞ്ജിതയ്ക്ക് 2 മക്കളാണുള്ളത്, ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയും. ആ ഒരു പെൺകുട്ടി തീരെ കൊച്ചുകുട്ടിയാണ്. അപ്പോൾ ഒരു മാധ്യമത്തിൽ വന്ന വീഡിയോയിലൊക്കെ കാണുന്നുണ്ട്, ആ കുട്ടി സ്കൂളിൽ നേരെ യൂണിഫോം ഇട്ട് വരികയാണ്. അപ്പോൾ വീട്ടിൽ എല്ലാവരും കിടന്ന് കരയുന്നു. ആ കുട്ടി അപ്പോഴാണ് അറിയുന്നത് തൻ്റെ അമ്മ മരണപ്പെട്ടു എന്നുള്ള വാർത്ത. രഞ്ജിത ദീർഘകാലം ഒമാനിൽ പ്രവാസിയായിരുന്നു. അവിടെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കീഴിലാണ് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്. സലാലയിലുള്ള സുൽത്താൻ ഖാബൂസ് ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്. 9 വർഷമായിട്ട് ഒമാനിലായിരുന്നു. 1 വർഷം മാത്രമേ ആയിട്ടുള്ളൂ ഈ യുകെയിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. യുകെയിലും നേഴ്സായിട്ട് തന്നെയാണ് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഗവൺമെൻറ് സർവീസിൽ നിന്ന് ലീവ് എടുത്താണല്ലോ പോയിട്ടുണ്ടായിരുന്നത്. രഞ്ജിതയുടെ അയൽക്കാരൻ പറയുന്ന പ്രകാരം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ജോലിയിൽ പ്രവേശിച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ വീടിൻ്റെ പാലുകാച്ചൽ നടത്തണം എന്നൊക്കെ പറഞ്ഞേൽപ്പിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ആരെങ്കിലും സ്വപ്നത്തിൽ പോലും വിചാരിക്കുമോ ഇങ്ങനെ ഒരു അപകടം സംഭവിക്കുമെന്ന്? മറ്റൊരുപാട് മാർഗ്ഗങ്ങൾ അപകടം സംഭവിക്കുന്നതൊക്കെ നമുക്ക് ഓക്കെ. വാഹനാപകടങ്ങൾ നമ്മൾ ഡെയിലി ബേസിസിൽ കാണുന്നതാണ്. കേരളത്തിൽ എല്ലാ ദിവസവും വാഹനാപകടങ്ങൾ നടക്കുന്നുണ്ട്, ഓക്കെ, മനസ്സിലാക്കാം. പക്ഷേ ഒരു വിമാനം ഇങ്ങനെ തകർന്നൊന്നും നമ്മൾ സ്വപ്നത്തിൽ പോലും ചിന്തിക്കുന്നില്ല. ഒരു കാര്യം പറയുവാണെങ്കിൽ വിമാനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് വളരെ കുറവ് മാത്രമാണ്. ഇതുകൊണ്ടാരും വിമാനത്തിൽ കയറാൻ പേടിക്കുകയൊന്നും വേണ്ട. കാരണം വിമാനം എന്നുള്ളത് ലോകത്തിലെ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഗതാഗത മാർഗം തന്നെയാണ്. അതിൻ്റെ അകത്ത് സംശയമൊന്നുമില്ല. നമ്മൾ ഏവിയേഷൻ ചരിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ പല വിമാനങ്ങളും അപകടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ മറ്റ് ഗതാഗത മാർഗ്ഗങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ എണ്ണം എന്ന് പറയുന്നത് വളരെ വളരെ കുറവാണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏവിയേഷൻ ഫീൽഡ് വർക്ക് ചെയ്യുന്ന ഒരു ടെക്നിക്കുണ്ട്. അതായത് ഒരു വിമാനം അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു വിമാനം അപകടത്തിൽപ്പെടണമെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു കാരണം ഉണ്ടാകുമല്ലോ. ആ ഒരു കാരണം പരിഹരിച്ച ശേഷം മാത്രമേ പിന്നീട് എല്ലാ വിമാനങ്ങളും യാത്ര ചെയ്യത്തുള്ളൂ. പിന്നീട് ആ ഒരു കാരണം കൊണ്ട് ഒരു അപകടം സംഭവിക്കാൻ പാടില്ല എന്നൊരു ലക്ഷ്യം എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ പല ചെറിയ കാരണങ്ങളൊക്കെ കൊണ്ട് പല വിമാനങ്ങളും അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. അതൊന്നും പിന്നീട് ഒരിക്കലും സംഭവിച്ചിട്ടുമില്ല. ഇനി ഈ വിമാനം അപകടത്തിൽപ്പെടാനുള്ള കാരണങ്ങളായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന പല ഏവിയേഷൻ വിദഗ്ധരും പറയുന്നൊരു കാര്യം എന്താണെന്ന് നോക്കാം. ഇവിടെ പ്രധാനമായിട്ടും എല്ലാവരും എടുത്തു പറയുന്നത് ആ മെയ്ഡേ സന്ദേശത്തിലുള്ള വാക്യങ്ങളാണ്. അതായത് നോ ത്രസ്റ്റ് പ്ലെയിൻ നോട്ട് ടേക്കിംഗ് ലിഫ്റ്റ് എന്നുള്ളത്. എന്താണ് ത്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തു ഒരേ ദിശയിൽ കറങ്ങുമ്പോൾ പുറത്തേക്ക് അനുഭവപ്പെടുന്ന ഒരു തള്ളലുണ്ടല്ലോ, ആ തള്ളലിൻ്റെ ബലമുണ്ടല്ലോ, അതാണ് വിമാനത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതല്ലേ. അത് ഇല്ല എന്നാണ് പറയുന്നത്. അതായത് പോസിബിളി സാധ്യതയുള്ളത് ഒരു എൻജിൻ തകരാറിന് തന്നെയാണ്. അതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ എൻജിൻ തകരാറായി, അതുകൊണ്ട് തന്നെ അതിന് ത്രസ്റ്റ്, എൻജിൻ പ്രവർത്തിച്ചില്ല, അതിന് ത്രസ്റ്റ് നഷ്ടപ്പെട്ടു, ആ തള്ളൽ നഷ്ടപ്പെട്ടു, അതുകൊണ്ട് നേരെ താഴത്തോട്ട് പതിക്കുകയായിരുന്നു. ഇനി ഫ്യൂവലിൻ്റെ ഇഞ്ചക്ഷനുമായി ബന്ധപ്പെട്ട് അങ്ങനെയും ചില ആൾക്കാർ പറയുന്നുണ്ട്. അതായത് ഫ്യൂവല് കൃത്യമായിട്ട് പമ്പ് ചെയ്യാതെ വരികയും അതിന് ബേൺ ചെയ്യാൻ പറ്റാതെ വരികയും അതുകൊണ്ട് എൻജിന് പ്രവർത്തിക്കാൻ പറ്റാതെ അങ്ങനെ തകർന്നായിട്ടും പറയുന്നുണ്ട്. ഇനി മറ്റൊരു സാധ്യത പറയുന്നത് ഇൻകറക്റ്റ് ടേക്ക് ഓഫ് കോൺഫിഗറേഷൻ ആണ്. അതായത് ഒരു വിമാനം പറക്കുമ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ ഫ്ലാപ്പും ട്രിം സെറ്റിങ്സ് ഒക്കെ കറക്റ്റ് ചെയ്ത് വെക്കണം. നമ്മൾ കാണാറുണ്ട് ചിറകിൻ്റെ മുകളിൽ ഫ്ലാപ്പൊക്കെ ഉണ്ട്, അത് പല ഡയറക്ഷനിൽ തിരിക്കാറും അഡ്ജസ്റ്റ് ചെയ്യാറും ഒക്കെ ഉണ്ടല്ലേ. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടുവരാം. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ വിമാനം തകർന്ന അവസ്ഥയിൽ അതിൻ്റെ ഗിയർ ഉണ്ടല്ലോ, ലാൻഡിങ് ഗിയർ ഉണ്ടല്ലോ, വീലുകളുണ്ടല്ലോ, മുൻചക്രങ്ങളുണ്ടല്ലോ, അത് താഴ്ന്നു തന്നെ ഇരിക്കുകയായിരുന്നു. അത് മുകളിലോട്ട് റിട്രാക്ട് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അതിനെപ്പറ്റി പലരും പറയുന്നത് എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമാനം പറന്ന് ഉടൻ തന്നെ അപകടത്തിൽ പെടുമ്പോൾ അതിനുള്ള സമയമൊന്നും അല്ലെങ്കിൽ പാനിക്കായിട്ട് അതൊന്നും ശ്രദ്ധിച്ച് കാണില്ല. ശരിയാണ്, വിമാനം എങ്ങനെയെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യാനാണ് ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ട് ലാൻഡിങ് ഗിയർ റിട്രാക്ട് ചെയ്തില്ല എന്ന് പറയുന്നത് ഒരു പ്രശ്നമായിട്ട് ഇവിടെ കാണാൻ പറ്റില്ല എന്നും പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ അനുമാനങ്ങൾ മാത്രമാണ്. കൃത്യമായിട്ടുള്ള കാരണം മനസ്സിലാക്കണമെങ്കിൽ ആ വിമാനത്തിൻ്റെ ബ്ലാക്ക് ബോക്സും മറ്റു കാര്യങ്ങളും അതിൻ്റെ എഞ്ചിൻ പാർട്ടൊക്കെ പഠിച്ച് നമ്മുടെ DGCA പോലുള്ള അതോറിറ്റി റിപ്പോർട്ട് പുറത്തുവിടും. അങ്ങനെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ഈ വിമാനത്തിൽ എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. മറ്റേതൊക്കെ അനുമാനങ്ങളാണ്. പോസിബിളി ഒരു എഞ്ചിൻ ഫെയിലിയർ സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. എന്തായാലും ആ റിപ്പോർട്ട് വരുന്നത് വരെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല. ഈ ഒരു സംഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതം നമുക്ക് ഇത്രമേ ഉള്ളൂ. അടുത്ത സെക്കൻഡിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നൊന്നും പറയാൻ പറ്റില്ല. നിന്നതിപ്പിൽ പലരും കുഴഞ്ഞു വീണ് മരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ. ജിമ്മിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നവർ പോലും അല്ലേ. അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ജീവിതം. ഉള്ള കാലം നല്ല സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ആരോട് ശത്രുതയും വിദ്വേഷവും ഒക്കെ കാണിക്കാതെ ജീവിച്ചു തീർക്കുക. നല്ലൊരു ചരിത്രമുണ്ടാക്കി വയ്ക്കുക. അതുമാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അല്ലാതെ എത്രത്തോളം സ്വപ്നങ്ങൾ നമ്മളെപ്പോലെ എന്തോരം നമ്മുടെ കൂട്ടത്തിൽ തന്നെ എന്തോരം പേര് വിദേശത്തേക്ക് പോകുന്നുണ്ടല്ലേ, പ്രവാസികളായിട്ടും പഠിക്കാനും ഒക്കെ ആയിട്ട്. അവരെല്ലാം പോലെ തന്നെ നിങ്ങളുടെ വീട്ടിലെ ഓരോരുത്തരെയും പോലെ തന്നെ വിമാനം ആക്കണ്ട. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാൾ വാഹനമായിട്ട് ഇറങ്ങില്ലേ, അപ്പോൾ ഒരുപാട് പ്രതീക്ഷകളുമായിട്ടായിരിക്കും അവർ മുമ്പോട്ട് പോകുന്നതല്ലേ. ഒരു നിമിഷം കൊണ്ട് എല്ലാം തകരുകയാണ്. വിമാന ദുരന്തത്തിൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്തെന്നാൽ ഒറ്റയടിക്ക് ഒരുപാട് ജീവനുകളാണ് പൊലിയുന്നത്. ഒരു വാഹനാപകടത്തിന് ഒരിക്കലും ഇത്രയും വരില്ല. പക്ഷേ
41 പേര് വിമാനത്തിൽ, അതുപോലെ തന്നെ 5 പേര് ഹോസ്റ്റലിലുണ്ടായിരുന്ന 5 പേരും അടക്കം 246 പേര് നിലവിൽ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള വാർത്ത തന്നെയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഇതൊരു കറുത്ത ദിനം തന്നെയാണ്, സംശയമൊന്നുമില്ല. ഇനി അപകടങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ. കൂടുതൽ വാർത്തകളൊക്കെ പുറത്തു വരും, നമുക്ക് അത് ഫോളോ അപ്പ് ചെയ്യാം. അത്രേ പറയാനുള്ളൂ. എന്തായാലും നന്ദി, നമസ്കാരം.